24-ന്റെ റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസെടുത്ത കുറുപ്പമ്പടി പോലീസിന്റെ ഒരു ഇരട്ടത്താപ്പ് കൂടി ഇപ്പോൾ പുറത്തു വന്നു. ഷൂ എറിഞ്ഞ KSU പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ കോടതി പറഞ്ഞിട്ടും ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തിട്ടില്ല. കുറുപ്പമ്പടി പോലീസ് എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് സത്വരമായി ആക്ഷൻ നടത്തുന്ന ആൾക്കാരാണ്. കോടതി നിർദ്ദേശം ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന പോലീസ് നിലപാടിനെതിരെ പ്രതിഷേധം കേരളത്തിൽ ശക്തമാകുന്നു. വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ ഗൂഢാലോചനയും കൊലപാതക ശ്രമവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ കുറുപ്പമ്പടി പോലീസിന് ഒട്ടും മടിയുണ്ടായിരുന്നില്ല. ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം എന്ന് പറഞ്ഞ് കുറുപ്പമ്പടി പോലീസ് കൈകഴുകി. അതേ കുറുപ്പമ്പടി പോലീസിനോടാണ് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ വാഹനത്തിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ശരീരത്തിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ പെരുമ്പാവൂർ കോടതി നിർദ്ദേശിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളുടെ ശരീരത്തിലുണ്ടായിരുന്ന പരിക്കുകൾ പരിശോധിച്ച് കോടതിക്ക് ബോധ്യം വന്ന ശേഷമായിരുന്നു പരാതി എഴുതി വാങ്ങുകയും പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തത്. 11 ദിവസം കഴിഞ്ഞിട്ടും കുറുപ്പമ്പടി പോലീസ് കോടതിയുടെ ഉത്തരവ് ഫ്രീസറിൽ വെച്ചു. ഇതുവരെ അത് തന്നെയല്ല, എല്ലാ ആഴ്ചയിലും 2 ദിവസം നമ്മൾ ചെല്ലുമ്പോൾ കൃത്യമായിട്ട് CI എടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് പരാതി എടുക്കുന്നില്ല, ഞങ്ങൾ മൊഴി തരണ്ടേ, ഞങ്ങൾ പരാതി എടുക്കുന്നില്ല. ചോദിക്കുമ്പോൾ ഒന്നും അവർക്ക് ഉത്തരമില്ല. അത് നമ്മൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വെറുതെ തള്ളി വിടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന ആളുകൾ തന്നെയാണ് CM കമാൻഡോസ് എന്ന യൂണിഫോം ഇട്ടുകൊണ്ട് വന്നതിൽ എല്ലാവരെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്നവർ തന്നെയാണ്. വലിയ തോക്ക് ഉപയോഗിച്ച് തോക്കിന്റെ കടഭാഗം ഉപയോഗിച്ച് അടിവയറ്റിൽ കുത്തുന്ന അവസ്ഥ, ഇതെല്ലാം നമ്മൾ മജിസ്ട്രേറ്റിന്റെ അടുത്ത് പറഞ്ഞാണ്. ഈ പറയുന്ന നമ്മൾ കൊടുത്ത പരാതിയിന്മേൽ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടില്ല ഇതുവരെ. കേസിന്റെ ഭാഗമായി ഓരോ തവണ സ്റ്റേഷനിലെത്തുമ്പോഴും കേസെടുക്കാത്തതിനെ കുറിച്ച് പരാതിക്കാർ ചോദിക്കുമ്പോൾ വല്ലാണ്ട് ഉരുണ്ട് കളിച്ചു കുറുപ്പമ്പടി പോലീസ്. മാധ്യമങ്ങൾക്കെതിരെ അനാവശ്യമായി കേസെടുക്കുന്ന പ്രവണതയുണ്ടെങ്കിൽ അതിനെ നുള്ളിക്കളയേണ്ടതായിട്ടുണ്ട്. കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്താൽ വകുപ്പുകൾ ചുമത്തുമ്പോൾ ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെ ചുമത്തേണ്ടി വരുമെന്ന തിരിച്ചറിവാണ് സ്വന്തം സഹപ്രവർത്തകരെ നിയമവിരുദ്ധമായി രക്ഷപ്പെടുത്താൻ പോലീസിനെ പ്രേരിപ്പിച്ചത്. സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ നിയമത്തോടുള്ള ഈ വെല്ലുവിളി നിയമപരമായി തന്നെ നേരിടാനാണ് പരാതിക്കാരുടെ നീക്കം. സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ കൊണ്ട് കോടതിയിൽ മറുപടി പറയിക്കുമെന്നാണ് പരാതിക്കാർ പറയുന്നത്. ഭരണകൂടത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് വളയ്ക്കാനും ഒടിക്കാനും കഴിയുന്ന സംവിധാനമാണ് പോലീസിന്റേത്. അപ്പോഴും നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുകളിലാണോ പോലീസിന്റെ സ്ഥാനമെന്ന ചോദ്യമാണ് ഉയരുന്നത്. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.